വെടിനിർത്തൽ ചർച്ചകളൊക്കെ സജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഫലസ്തീനിൽ വീണ്ടും സയനിസ്റ്റ് സൈന്യം ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. അതേസമയം സയനിസ്റ്റ് ഭീകരവാദികൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ള പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം തുറന്നിരിക്കുകയാണ്. ലെബനൻ സംഘം അവരുടെ ഏറ്റവും വലിയ വ്യോമാക്രമണം തുടങ്ങിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങളൊന്നും തന്നെ ഒട്ടും സുരക്ഷിതമല്ലെന്ന് ആവർത്തിച്ചു തെളിയിക്കുന്ന ഹിസ്ബുള്ള അവരുടെ ആക്രമണം 10 മടങ്ങ് കടുപ്പിച്ചിരിക്കുന്നു എന്നതും വ്യക്തമാണ്. ഇസ്രായേൽ അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകളിൽ ഹെർമോൺ പർവ്വതത്തിലെ ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രമാണ് ഹിസ്ബുള്ള ഇത്തവണ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. സ്ഫോടനാത്മക ഡ്രോണുകൾ അയച്ച് ഇസ്രായേലിന് കനത്ത നാശം വിതയ്ക്കുന്ന രീതിയിലുള്ള വ്യോമാക്രമണം നടത്തുകയായിരുന്നു ലെബനൻ സായുധ സംഘം ചെയ്തത്. 1973 ഒക്ടോബറിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം സിറിയ, ഇറാഖ്, ജോർദാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഇസ്രായേലിനുണ്ട്. ആ ഇസ്രായേലിൻ്റെ ചാരവൃത്തിയും അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഹെർമോൺ പർവ്വതം കേന്ദ്രീകരിച്ചാണ്. ഇവിടെയാണ് ഹിസ്ബുള്ള അവരുടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഹിസ്ബുള്ള അവരുടെ ആക്രമണങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചതിനൊപ്പം കൂടുതൽ സ്ഫോടനാത്മക ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം പുതിയ തരം റോക്കറ്റ് ഉപയോഗിച്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ഹിസ്ബുള്ള ആദ്യമായി ലക്ഷ്യം വെച്ചതായി ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 8 ശേഷം ഹിസ്ബുള്ളയുടെ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ ഓപ്പറേഷനാണിതെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. കിഴക്കൻ ലെബനനിലെ ബാൽബെക് നഗരത്തിൽ ശനിയാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ മെയ്സം അൽ അത്തറിനെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഇതിന് മറുപടി എന്നോളമാണ് ഹെർമോൺ പർവ്വതത്തിൽ ഹിസ്ബുള്ളയുടെ സൈനിക ഓപ്പറേഷൻ ഉണ്ടായത്. ഹെർമോൺ പർവ്വതത്തിലെ തുറസ്സായ സ്ഥലത്താണ് ഡ്രോൺ വീണതെന്നും പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സയനിസ്റ്റ് സൈന്യം തയ്യാറായിട്ടുമില്ല. ഹെർമോൺ പർവ്വതത്തിലെ ആക്രമണം രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കുകയും അവ നശിപ്പിച്ചുവെന്നും വലിയ തീപിടുത്തത്തിന് കാരണമായെന്നും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലി യുദ്ധകാര്യമന്ത്രി യോവ് ഗാലന്റ് ഹെർമോൺ പർവ്വതത്തിലെത്തി കഴിഞ്ഞ ദിവസം സൈനികരെ സന്ദർശിച്ചതായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് ഗോലാൻ കുന്നുകളിൽ സൈറൺ മുഴങ്ങിയതായും ലെബനൻ സംഘത്തിന്റെ വ്യോമ ലക്ഷ്യങ്ങളെ വിദഗ്ധമായി തടഞ്ഞതായും IDF അവകാശപ്പെടുന്നുണ്ടെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിൽ വെടിനിർത്തലുണ്ടായാലും ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടുമെന്നും ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യോവ് ഗാലന്റും അതുപോലെ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയും. അക്രമം വർദ്ധിച്ചതിന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്തുന്ന ഇസ്രായേൽ തങ്ങളുടെ അതിർത്തിയിൽ സുരക്ഷ പുനഃസ്ഥാപിക്കുമെന്നും ആവർത്തിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.